ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പം നമ്മളിന്ന് കോളേജിൽ പോവാണ് കേട്ടോ. കോളേജിൽ ചിക്കൻ വാങ്ങാൻ പോവാ. മുളകും തക്കാളിയൊക്കെ നമ്മളൊന്ന് മൈദയും പഞ്ചസാരയും വാങ്ങാൻ പാപ്പളശ്ശേരിക്കും ഇല്ലേ? ഇന്ന് റവ എഴുതിയിട്ടുണ്ട്, പക്ഷെ കയ്യിലുള്ള ചിക്കലിനൊക്കെ റവ ഒപ്പിക്കാൻ നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് റവയ്ക്ക് 1000 ആവും. അയ്യോ, ഒരു സൂത്രം കാണിച്ചു കേട്ടോ. അങ്ങനെ തൊട്ടോട്ട് ഓടിച്ചു മാറ്റാം. എന്റെ അടുത്താ വരുള്ളൂ. പിന്നെ പൂക്കളുടെ റാണി ഇവിടെ ഉണ്ട്. ആ കൊച്ചിനെ തെറി വിളിച്ചു. ഇനി അത് പറ്റില്ല. വീട്ടിൽ പോയാലാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, രസം ഇച്ചിരി കൂടുതലാ. അവർക്ക് എന്താ തോന്നുന്നു? രസം തോന്നുന്നുണ്ടോ? രസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓറഞ്ചും അല്ലാത്തൊരു ബ്ലാക്ക് അല്ലേ കളറ്? രസം ബ്ലൂ ആവും. അല്ല, ബ്ലൂ അതിൻ്റെതായ രസമുണ്ട്. അതെ. അപ്പൊ ഇന്ന് രസിച്ചോണ്ട് നമ്മൾ അങ്ങോട്ടാ പോന്നേ. നമ്മളിന്ന് രസിച്ചോണ്ട് ക്വാളേജിക്കാണ് പോകുന്നത്. കുറച്ച് ഫ്രണ്ടിലേക്ക് നിന്നാ തല കാണാൻ. തല തേക്കുന്നില്ല. നമ്മുടെ ക്വാളേജിക്കാണ് പോകുന്നത്. ക്വാളേരിന്റെ വഴിയിലൂടെ നമ്മൾ നടക്കുവാണ്. ഇതുണ്ടല്ലേ സോക്സ്? അതാ ഉള്ളു ഉണങ്ങിയത്. ബാക്കിയെല്ലാം പങ്കന്റെ കട്ടില് പൂത്തി വെച്ചിട്ട്. പിന്നെ പറ്റുമെങ്കിൽ തലയിൽ വിട്ടാനെ. അതെ 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 അതെ. ഏതാവനാ നമ്മളെ ഇടിക്കാൻ വന്നിട്ട് അങ്ങ് കയറിപ്പോയി. ഞാൻ എലി എന്ന് പറഞ്ഞിട്ട് പങ്കനാണ് കൈസ് എലി സ്വഭാവം എടുക്കുന്നത്. അതെ, പൂത്തൽ. അതെ, ബിക്കോസ് യു നോ എലി ഈസ് മൈ സിസ്റ്റർ. പറയാൻ പാടില്ലല്ലോ എനിക്ക്. ഇല്ല ഇല്ല ഇല്ല, അത് കളിയിലില്ല. അത് തന്നെ കിണറ്. അതാണ് കാണാതെ കുഞ്ഞാറ്റി ഞെട്ടിപ്പോയി കൈസ്. ഇല്ലടാ, അങ്ങനെ വന്നിട്ടില്ല. വാവ്, ഈ കിണറിൽ നിന്ന് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ വെള്ളം കോരിയിട്ടുണ്ട് കേട്ടോ. ആ, വെള്ളം കോരിയിട്ടുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ കോരിയിട്ടുണ്ട്. ഇപ്പൊ പോയിട്ട് പോണെങ്കിൽ അവരുടെ ഉള്ളിൽ ചാടിയും പോവും. അറിയില്ല. ഷൂ കണ്ടില്ലേ? തീരെ ചെളിയില്ല കേട്ടോ. വാങ്ങുമ്പോ വെള്ളയായിരുന്നു കേട്ടോ. ഗായ്സ് ഇപ്പൊ ദാ ഒരു പുളിമുട്ടയെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നമുക്ക് നടക്കാണ്. കണ്ടില്ലേ, കോളേജിന്റെ ഫ്രണ്ട് സൈഡൊക്കെ നോക്കും. മോസ്റ്റ് ആയിട്ട് നനഞ്ഞ്. അങ്ങനെ ടീച്ചർ വിളിച്ച് പറഞ്ഞാണ് കേട്ടോ മുത്താരി വാങ്ങണമെന്ന്. അപ്പം അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ഇന്നാള് പോയപ്പോൾ നമുക്ക് ആട്ടം മാത്രമായിരുന്നു കിട്ടിയത്. അപ്പം നമ്മളിതാ മോസ്റ്റായി നടക്കുകയാണ്. ഗായ്സ്, പണ്ടിങ്ങനെ നടന്നു പോവായിരുന്നു രാവിലെയും വൈകുന്നേരം സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പൊ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോകുന്നത്. ആദ്യമൊക്കെ മമ്മ കൊണ്ടുവിടുമായിരുന്നു ഒരു LKG-യിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ UKG മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കാണ് കേട്ടോ നടന്നു പോകലും വരലും. അപ്പം വെള്ളം കയറുന്ന സമയമാകുമ്പം എനിക്ക് ഈ പുഴേൻ്റെ ഈ ഭാഗമല്ലേ നമ്മുടെ പുഴ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ പുഴ? അപ്പം ഈ പുഴേൻ്റെ അടുത്ത് വരുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുമെന്ന്. ഭയങ്കര പേടിയാവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാവും കേട്ടോ. കണ്ടോ, മോസ്റ്റായിട്ട് നമ്മുടെ പാലം മോസ്റ്റായി ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്തുണ്ടല്ലോ, ഈ 2 സൈഡിലും നിറച്ചും വെള്ളം കയറും. അതായത് ഈ ഭാഗത്തും ആ ഭാഗത്തും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ മോസ്റ്റായിട്ട് നിറച്ച് അപ്പുറം ഇപ്പുറയും വെള്ളം. റോഡിൽ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ടാവും. എന്നിട്ട് എനിക്ക് വരാൻ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ ഫുള്ള് വെള്ളമാണ്. കടലിന്റെ എനിക്ക് മോസ്റ്റായിട്ട് ഉണ്ടല്ലോ പേടിയെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് എനിക്ക് പനി പിടിച്ചു. വെള്ളം കണ്ട് പേടിച്ചിട്ട് പനി പിടിക്കാതെ മോസ്റ്റാണ്. എന്താ പ്രശ്നം? ആകർഷകമായ ഹവായ് ചെരുപ്പാണോ? അടിക്കല്ലേ ചെരുപ്പില്ലാത്തിട്ട് കടന്നു വരാൻ. നല്ല കാര്യല്ലേ അതിനായിരുന്നു. ഒന്ന് സ്വാഭാവികോട് പറയാൻ സമ്മതിക്കുന്നില്ല. നീ എന്താ പറഞ്ഞേ? എന്താ ചെയ്യണോന്ന് പറയോ? സ്വാഭാവികം ഇന്നാ പറയണ്ട. നമുക്ക് തിരിച്ചു വരുമ്പോയാലോ? ഏതൊക്കെ ഓട്ടോയാ? പുതിയ ഓട്ടോ ഒക്കെ ആണല്ലോ.
എന്തായാലും എല്ലാ വണ്ടി പോയി നിശബ്ദതയായ സ്ഥിതിക്ക് അവർക്ക് ഇനി തുടരാം. എന്തോ ഹലോ അല്ല സ്കൂട്ടറല്ലേ കുഴപ്പമില്ല പറഞ്ഞോ. എനിക്കുണ്ട്. അയ്യോ എനിക്കല്ലേ ചോദിച്ചേ ശശി അതാ ആ ചെറുക്കാൻ അതിനടിക്കുന്നോ? അയ്യടാ കൊള്ളാലോ. ആ നമ്മള് വരുന്ന വഴിക്ക് അംഗൻവാടിയും ചെരുപ്പ് വാങ്ങുന്നു. ഞാൻ പോയി വാങ്ങട്ടെ. എടാ ഈ പൈങ്കിളിക്ക് നീ പോ ടീച്ചറുടെ അടുത്ത് പോ പറയ്. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഈ കാണുന്ന ചെറിയ പുഴയല്ല, ഈ പാലത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് സ്പ്രെഡ് ആയിട്ട് ഫുൾ വെള്ളമായിരിക്കും കേട്ടോ. ഓർക്കുന്നുണ്ടോ ഞാൻ കുഴി ചാടാൻ തുടങ്ങിയതേ? അതാ അടുത്ത വണ്ടി. ഇല്ല ഒറ്റ പറഞ്ഞു ഉറക്കെ പറഞ്ഞിട്ട് കേക്കുക. അതാ വണ്ടി അങ്ങോട്ടേക്കാ. ഓക്കെ പറ പറ പറ. വരുന്ന വഴിക്ക് ഇങ്ങനെ മോസ്റ്റായിട്ട് വെള്ളം കയറിയിട്ടുണ്ടാവുമല്ലോ, നല്ല പാൽച്ചായന്റെ കളറുള്ള വെള്ളമാണ് ഗൈസ്. ദാറ്റ് മീൻസ് ഇത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ ഈ വെള്ളത്തിന്റെ നടുക്കുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അവിടം വരെ എത്തുന്നത്. കാരണം അത്ര ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോഴാണ് നമ്മുടെ പുഴ മോസ്റ്റായിട്ട് യക്ഷിയാവുന്നത് ഗൈസ്. ഈ കാണുമ്പോ എല്ലാവർക്കും അയ്യേ നിങ്ങളുടെ ചാല് തോട് ഉണ്ടാ ഷിഗല്ല ഉണ്ടല്ല ഗൈസ്. ഈ ഒഴുക്ക വെള്ളത്തിൽ എങ്ങനെ ഷിഗല്ല പിടിക്കുക ഒന്ന് പറഞ്ഞേ. നമ്മുടെ പുഴ ഇതുവരെ നമ്മളോട് വേണ്ട ചതിച്ചിട്ടില്ല, ഇതുവരെ പനി പിടിച്ചിട്ടില്ല പുഴയെ കയറി കുളിച്ചിട്ട്. നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കിണറ്റിന്ന് വരെ വെള്ളം കോരിക്കൊണ്ട് തലേ ചുമന്നുണ്ടെന്ന് മുണ്ടുനീര് വരെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പുഴയെ കുളിച്ചിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ നിന്റെ സൂക്കേട് കാരണം. അതെ. എന്നിട്ട് അങ്ങനെയുള്ള പുഴയാണ് നമ്മുടെ നരസിപ്പുഴ മോസ്റ്റായിട്ട്. പിന്നെ ഈ പാലത്തിന്റെ കാര്യം പറയുമ്പോൾ ബാബാറ്റി ഈ പാലം കണ്ടോ ഗൈസ് കിടക്കുന്നുണ്ടോ? ചെരിഞ്ഞ് കിടക്കുന്നുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇവിടെ പാലം ഒടിഞ്ഞു കിടക്കും. ഈ പൊട്ടവാറ്റിനോട് ഞാൻ പറഞ്ഞു ഈ പാലത്തിന്റെ കട്ടറി ഞാൻ ചാടുന്നു പറഞ്ഞു. ഈ കാലം പറഞ്ഞ് വേണ്ടാന്ന്. ഞാൻ അന്ന് ചാടിയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല ഗൈസ്. വലിയൊരു കുഴിയായിട്ട് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാരും കൂടെ വന്നിട്ട് ഓട്ടോ ചേട്ടന്മാർ എല്ലാരും കൂടെ കൂടിയിട്ടാണ് കല്ലും എന്തൊക്കെയോ ഇട്ടിട്ട്. എന്നിട്ട് ഈ പാലം ഇങ്ങനെയാണ് നമ്മുടെ പുഴ. ഇതിന്റെ അധികൃതർ ഒന്ന് നോക്കി ഈ പാലം ശരിയാക്കാനുള്ളതിന് പാവം നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് വണ്ടി ഓടിക്കേണ്ടത് കൊണ്ട് അവർ തന്നെയാണ് ഈ പാലമൊക്കെ ശരിയാക്കിയത്. ഈ പാലം നന്നാക്കിയിട്ടില്ല. ഇത് നന്നായി കാണുന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അത് എപ്പോഴെങ്കിലും നടക്കുമെന്ന് അറിയാം. സ്വപ്നങ്ങളിൽ ഞാൻ കുറെ കണ്ടു ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഞങ്ങള് പോട്ടോ ഞങ്ങള് വയ്യട്ടോ. അങ്ങനെ നമ്മുടെ നരസിപ്പുഴയിൽ നമ്മളിതാ ഫ്രണ്ടിലേക്ക് നടന്നു. ഈ ഭാഗമൊക്കെ വെള്ളം കവർ ചെയ്യും കേട്ടോ. എന്റെ ദൈവമേ, നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. മറ്റേ വ്ളോഗ് ഇട്ടില്ല പൊട്ടന്മാര്. 2 വർഷം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമായിരുന്നു. എടാ നമ്മൾ ചോളം കക്കാൻ പോയത്. ദേവായില്ല ഞങ്ങൾ ചോളം കക്കാൻ പോയത്. ഞങ്ങള് പബ്ലിക്കായി വീഡിയോയും ഇട്ടു. മനസ്സിലായോ? കക്കാൻ പോയത് ഓർത്ത് വെക്ക്. അതന്നെ അപ്പൊ തന്നെ ഓർത്താ മതി. അതന്നെ കേട്ടോ. അവിടെ റബ്ബർ തോട്ടാണേ ഇവിടെ. അത് എന്റെ ദൈവം ഇവിടെയൊക്കെ വെള്ളം കയറിട്ട് മോസ്റ്റ് ആയിരിക്കണ്ടേ ഗായ്സ്. അയ്യോ ഇതേ ആ ചെടി. ഇതെടാ റബ്ബർ മരത്തിൽ ആ ചെടി. റബ്ബർ മരത്തിൽ നോക്ക ആ ചെടി. ഒരു ചെറുതല്ലേ? ആ അത് പൊക്കണല്ലോ. എന്നാല് പൂവല്ലേ പറിച്ചോ? ചിലരൊക്കെ ഇതാ പറിക്കുന്നുണ്ട് കേട്ടോ മോസ്റ്റായിട്ട് ഓർക്കിഡ്. കാരണം ഇപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഈ ഓർക്കിഡിന്റെ ക്രേസ് ആണ് കേട്ടോ ഗൈസ്. മോസ്റ്റായിട്ട് കാണുന്നുണ്ടോ നിങ്ങള്? ആ അതാ അതിന്റെ വേര് മോസ്റ്റ് ആയിട്ടുണ്ടാവൂടാ. അതാണോ വരാത്തേ? അയ്യോ ഒന്ന് ചെല്ലടാ. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റി പോയ കാര്യം സെറ്റ് ആക്കിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തിനെങ്കിലും നടത്തിയിട്ട് ഇവിടെ ഒരു നെല്ലിമരം ഇല്ലായിരുന്നോ ഗായ്സ്? ഇവിടെ ഒരു നെല്ലിമരം ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അത് തന്നെ. ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് നമുക്ക് ഒരു നെല്ലിക്ക് കിട്ടിയത് ഓർമ്മയുണ്ടോ? സ്കൂളിൽ വിട്ട് വരുമ്പോ എനിക്ക് കുഞ്ഞാറ്റിക്ക് ഓർമ്മ കിട്ടിയിട്ട് മോസ്റ്റായി നമ്മൾ കഴിച്ചായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ. അതെ അങ്ങനെ നമ്മളിതാ അടുത്ത നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മോസ്റ്റായിട്ട്. അപ്പൊ ഈ കടയിൽ നിന്നായിരുന്നു കുറെ ആയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നല്ലോ. എനിക്ക് പുളിമിഠായി ശോഭയല്ല, അവരെന്തോ ബിസിയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കാണ്. ഇത്ര നേരമായിട്ട് എന്താണോ ഗൈസ് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇവര് ശോഭ വാങ്ങുന്നത് നമ്മുടെ ശോഭക്കട. ശോഭ 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 ശോഭന്റെ കാര്യം പറഞ്ഞ പിന്നെ ഇവര് രണ്ട് എങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കടയിൽ നിന്ന് മോസ്റ്റായിട്ട് ശോഭ വാങ്ങാം ഗൈസ്. ആരെയും കണ്ടില്ല ഗൈസ് ഇവിടെ. സിൽവർ ശോഭ വാങ്ങുന്നുണ്ടോ? ഒന്നും കണ്ടില്ല കേട്ടോ. അല്ല ഇത്ര സാധനങ്ങൾ കണ്ട് ചേട്ടനെ കണ്ടില്ല ഗൈസ്.
ഇതിനുണ്ടോ അല്ലേ? നമുക്ക് ലോലി വേണോ ശോഭ വേണോ? ഏത് മാംഗോയിന്റെ ലോലി? നമുക്ക് ശോഭ വേണം. 2 ശോഭയും 3 ലോലിയും വാങ്ങാം അല്ലേ? 2 ശോഭയും 3 ലോലി. ആ എന്താ ചെയ്യാ? ലോലി വേണം എനിക്ക്. 3 എണ്ണം. പിന്നെ ശോഭ 2 എണ്ണം. സിൽവർ ശോഭ. ഗായ്സ് ശോഭ. ഇനി നമുക്ക് ശോഭയുടെ ഡാൻസ് കളിക്കാൻ പോവാം. എടാ ശോഭ ഡാൻസ് കളിച്ച പോലെ. അപ്പൊ ശോഭ ഞാൻ ഇവർക്ക് ശോഭ ഡാൻസ് നടത്തി കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പച്ചലോലി കഴിക്കാം കേട്ടോ. എനിക്ക് മോസ്റ്റ് ആയിട്ട് സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ണീർത്തുള്ളി എന്ന് പറയുന്നത്. കണ്ടോ എന്ത് രസമല്ലേ കാണാൻ. പക്ഷെ ഇത് റോഡ് സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത് മോസ്റ്റ് ആയിട്ട്. അത് കാരണം പറിച്ച് തിന്നാനൊരു ഉറപ്പില്ല ഗൈസ്. നമ്മുടെ ഈ ശോഭേന്റെ അടുത്ത് നമ്മുടെ ഇല്ലിക്കാടിന്റെ നടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്മുടെ പുഴ ഒന്നാന്തരം വ്യൂ ആണ്. അതെ തന്നെ നമ്മുടെ നച്ചമ്പുഴേന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നരസി അപ്പുറത്ത്. ഇത് നച്ചനാണ്. അതെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് ആയിട്ട് കള്ള് കുടിക്കായിരുന്നു കേട്ടോ. കള്ളി ഷാപ്പ് ഉണ്ട് അവിടെ. കാഴ്ചനോട് പറയെല്ലാം. അത് തന്നെ മോസ്റ്റ് ആണ് ഗൈസ്. അതാ HP യാ. പാവം ബാബാച്ചന്റെ. ഞാനില്ല, ദേഷ്യം വരുന്നുണ്ട്. വണ്ടികളുടെ സ്ഥലത്ത് പോട്ടെ. നമ്മുടെ ഈ എന്റെ പേരെന്തായിരുന്നു? ശോഭ സമരല്ലോ എന്തൊരു പേരുണ്ടല്ലോ. ഹർത്താലിന്റെ അന്ന് ഇറങ്ങണം വീഡിയോ എടുക്കാം. അതാണ് സ്വൈര്യ. നല്ലത്. ഓ വാവ്. അതാ കണ്ണും കൊണ്ടൊക്കെ കുട്ടി ഇങ്ങനെ 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 കയ്യിലിരിക്കുന്ന ലോലിപോപ്പ് വെള്ളത്തിലിടും. നിങ്ങൾക്ക് ലോലി ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് പച്ച ലോലി. അവരെ കറങ്ങിക്ക് നല്ല രസമുണ്ടല്ലേ. അവിടുന്നാണ് ഏറ്റവും രസം. അവിടുന്ന് എന്ത് രസാ കേട്ടോ. അപ്പൊ നല്ല രസത്തിൽ നമ്മളിങ്ങനെ നടക്കാണ്. അങ്ങനെ നമ്മുടെ നച്ചൻ പുഴയുടെ അടുത്ത് നമ്മൾ എത്തിയത്. അടുത്ത വണ്ടി വരുന്നുണ്ട്. ഇവിടുന്ന് എന്ത് സീൻ? 2 ഷോർട്സ് എടുക്കാറുണ്ട് അവിടുന്ന്. അടിപൊളിയായിരിക്കും അല്ലേ? ഷോർട്സ് എടുത്തിട്ട് പോകുന്ന മാറ്റം പറയുന്നത്. അപ്പൊ അതിന്റെ വാർത്ത നമുക്ക് ആദ്യം വരയ്ക്ക് വ്ളോഗ് എടുത്തുതരാം. അതാ ഇല്ലിമുള്ളു കയറി ഷൂല്. ഓ എന്ത് മോസ്റ്റല്ലേ. വരുന്നില്ല, ബ്ലഡ് കുടിച്ചും തോന്നുന്നു. അടുത്ത പുഴയിലേക്ക് അങ്ങ് അറിയാ. നമ്മുടെ ഈ ഇല്ലിന്റെ ഒക്കെ സൈഡിൽ വന്നാ അന്ന് നമ്മൾ കുഞ്ഞറ്റിനെ കടിച്ചില്ലായിരുന്നു. എന്റെ ബ്ലഡ് കുടിച്ചു കേട്ടോ. കുറച്ച് കുടിച്ചുള്ള എനിക്ക് നന്നായി വേദന എടുക്കുന്നുണ്ട്. ഈ അട്ടച്ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ മോസ്റ്റ് ആണ് കേട്ടോ. കണ്ടോ എവിടെയാ ബ്ലഡ് കുടിക്കണ്ടേന്ന് തപ്പാണ് നമ്മുടെ അട്ട. അത് നഖത്തിനുള്ളിൽ കടിക്കുക. നഖത്തിനുള്ളിൽ കടിക്കൂട്ടോ. ലോലി വേണോ? ഇവിടെ വന്നിരുന്ന എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളായിരിക്കും മോസ്റ്റ് ആയിട്ട്. അതെ അതെ വണ്ടികളെല്ലാം പോട്ടെ, അതിന്റെ നമുക്ക് പോവാം. വീണ ആടി. അതെ അതിന്റെ ഒരു കട്ട കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ബ്ലഡ് കണ്ടോ മോസ്റ്റ്. എനിക്കവിടെ ഭയങ്കരമായിട്ട് ചൊറിയുന്നൊക്കെ ഉണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ട്. എപ്പോഴാ കടിച്ചതെന്ന് മാത്രം മനസ്സിലാവട്ടെ. നമ്മുടെ കുഞ്ഞാറ്റി ഇന്നാൾ ഇവിടുന്ന് കുറെ ഓർക്കിഡ്സ് എല്ലാം കളക്ട് ചെയ്തിരുന്നു. ഓ കാറ് ഷോ എന്താ നമ്മൾ ഈ ഇറങ്ങുന്ന ദിവസം തന്നെ വണ്ടിക്കും എങ്ങനെ ഇറങ്ങണോ? വണ്ടി ഓടിക്കുന്നേനാ? എടാ സൈഡ് കയറി നടക്കണ്ടോ തെന്നുവേ. ഈ റബ്ബർ തോട്ടത്തിൽ ഇഷ്ടം പോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതായിരുന്നു കടല്. ഒന്നായിട്ട് റോഡ് ഏതാ പുഴ ഏതാതൊന്നും മനസ്സിലാവാത്ത ഭീകരാവസ്ഥ. അങ്ങനെ പ്രളയത്തിന് പോലാത്ത വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ. അത് നമ്മൾ വീഡിയോ എടുത്ത് പോയി 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിലും മോശമായിട്ട് ഇഷ്ടംപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ പുഴ എല്ലാ പുഴകളും ഒന്നും ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വീട്ടിലൊക്കെ വെള്ളം കയറി ഓർത്തൊക്കെ എന്താണ് ഈ ഭാഗത്തെ വീട്ടിലൊക്കെ വെള്ളം കയറി കേട്ടോ. അതെ. അതുപോലെ പിന്നെ ഈ കർക്കിടവാവിന്റെ ബലിന്റെ സമയത്ത് നമ്മുടെ ഈ നരസിപ്പുഴയിലാണ് ബലിയിടാൻ വരിക. ഇവിടെ ഈ ഭാഗത്തോ അപ്പോഴും ഇങ്ങനത്തെ കലക്കവെള്ളം ആയിരിക്കും വീട്ടിന്റെ ചെത്ത്. അങ്ങനെ ഇരിപ്പാ. അപ്പൊ നമ്മളിതാ ഇങ്ങനെ മോശമായിട്ട്
നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, ഇതുവരെ എത്തിയില്ല. അതെ, നടന്ന മോസ്റ്റായിട്ട് നന്നായി മടുക്കും. കുറെ കയറ്റവും കുറെ ഇറക്കും അല്ലേ? അത് തന്നെ. അതാണ് നമ്മുടെ ഈ വണ്ടാരം പിടിച്ച സ്ഥലത്തിന്റെ ഒരു പ്രശ്നം. അയ്യോ, എൻ്റെ ദൈവമേ, മോസ്റ്റായിരിക്കും അവസ്ഥ. അതെ, ഇപ്പൊ നടന്നല്ലേ പറ്റൂ അല്ലേ? ഇത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വഴിയാ അല്ല പറ്റി. എത്രയോ പ്രാവശ്യം ഞാനും വാവാറ്റയും കുറുക്ക് വഴി ചാടി കടന്ന് മറിഞ്ഞു കെട്ടി വീണ് വന്ന വഴിയാ. കുഞ്ഞിട്ട് പറയും ഇന്ന് പോകണമെന്ന്. അപ്പം ഞാൻ പറയും വേണ്ട, പോകണ്ടാന്ന്. കുഞ്ഞിട്ട് പറയും വേഗം എത്തില്ലേ എന്ന്. എന്നിട്ട് ഞാൻ ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡൊക്കെ ആയി ഇവിടെ എത്തും കഴിച്ചു. അതാണ്, വേഗം എത്തും കേട്ടോ. അതെ. അമ്മച്ചി മമ്മി വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് കുറുക്ക് വഴി പോവല്ലേ എന്ന്. പോകരുതെന്ന്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എങ്ങനെയാ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് കുറുക്ക് വഴിക്ക് വലിയൊരു കഥയുണ്ട്. കോളേജ് സ്വരത്തിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോളേരി ചുരം. ഇത് ശരിക്കും ഒരു വലിയ ഹെയർ പിന്നാണ് കേട്ടോ. മോസ്റ്റ് ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹെയർ പിൻ. അയ്യോ, അത് നിങ്ങൾ ഇതിലെ കൂടെ ഒന്ന് നടന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കയറി കഴിഞ്ഞാൽ നമ്മള് മറ്റേ ബാലികറ എന്നൊക്കെ പറയാം. നമ്മുടെ ഈ ചുരത്തിലല്ലേ, ചുരത്തിലെ എത്രാമത്തെ വളവിനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൊറേ ഹെയർ പിൻ വളവുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഹെയർ പിൻ വളവാണിത്. വലിയൊരു വളവുണ്ട്, ആ വളവാണ് ഈ വളവ്. മോസ്റ്റ് വളവാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കാര്യം ഉണ്ടല്ലോ തീരുമാനമായി. അങ്ങനെ നമ്മൾ മടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മടുക്കും. അമ്മേ, ഞാനൊന്ന് ഓർത്ത് നോക്ക്, രാവിലെ കിടന്ന് ഓട്ടം സമയത്ത് നിങ്ങളൊക്കെ കിണ്ടിക്ക് പോയി ഓർക്കാം. ഞാൻ അതിന് പോയോ? ഒരു 7th ഒക്കെ എത്തിയിട്ടില്ലല്ലേ? ഏത് 7ാം ക്ലാസ്സും ആണോ? രാവിലെ നമ്മള് ഓട്ടോയ്ക്ക് പോവായിരുന്നു സ്കൂളിൽ പോകുമ്പോ. എന്ത് ബൈ ബൈ ടാറ്റാ. പങ്കന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പങ്കൻ പോയിട്ടുണ്ട്. പങ്കന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. അങ്ങനെ ചങ്ക്സ്. അതെ, മുട്ടപ്പഴം ആണോന്നോ? അടുത്ത ദിവസം നോക്കി വെയിൽ. ഞങ്ങള് കൊട എടുത്തായിരുന്നു, ഇന്ന് മഴയില്ല, വെയിലാ. ഇതുണ്ടോ നല്ല അവിടേക്ക് എന്ത് രസമുള്ള വ്യൂ ആണ്. അതെ, ഇതാണ് നമ്മുടെ കുറുക്കുവഴിന്റെ തുടക്കം ഇവിടെ. ഞാനങ്ങനെ കുറുക്കുവഴി ചാടി അവസാനമായിട്ട് ചാടിയതാ. വേലി കിട്ടിയിട്ടില്ലേ അവര്? കുറുക്കുവഴി ഇല്ല, കുറുക്കുവഴിയില്ല. എന്റെ ദൈവം, ഞാൻ എങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. ഉരുണ്ട് വീണ ഓർക്കുന്നുണ്ടോ? പാമ്പിനെ കയറി ഈ പൊട്ടനെ കൊണ്ടൊക്കെ പോയിട്ട് ഇത് ഈ സിബ്ലിങ്സ് കൂടെ ഉണ്ട്, എന്തൊക്കെ വള്ളി വരും നമുക്ക്. ഞങ്ങളുള്ളതാണ് ഏറ്റവും വലിയ അതെ അതെ അതെ. എന്നാലും ഉണ്ടല്ലോ, ഇപ്പൊ എത്ര ഏജ് എന്തായിക്കോട്ടെ, കസിൻസ് സിബ്ലിങ്സും കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറെ ഒപ്പിക്കും കൈസ്. വഴക്കൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് തന്നെ അല്ലേ? ഫാക്റ്റാണ്. മടുത്തില്ലേ? പുളി പുളി. ആ, ഞങ്ങളുടെ മെമ്മറീസ് ബ്രിങ് ബാക്ക്, മെമ്മറീസ് ബ്രിങ് ബാക്ക്. പുളി പെറുക്കി അവിടുത്തെ വീട്ടിലെ ചേച്ചി ഓടി വന്നപ്പോ ഞാനും പങ്കനും പുളി ഉള്ളതൊക്കെ ബാഗ് പെറുക്കിട്ട് ഓടി. ഇപ്പൊ പറഞ്ഞ ഡയലോഗാ. പുളി ബാഗ് നിറച്ച് പുളിയാ, ബുക്കൊന്നുമല്ല. എന്ത് രസല്ലേ. ഇപ്പൊ ആ മരം പോലും ഇല്ല, വെട്ടി അങ്ങ് അറുത്ത് വിറ്റു. അതെ, ശരിക്കും അങ്ങനെ ഈ പേരയ്ക്ക, മാങ്ങ അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വെട്ടുമ്പോ ഭയങ്കര വിഷമാവും. നമുക്കതിൽ നിന്ന് എന്തായിരിക്കും ഒരു ചെറിയ ചെടിയാണെങ്കിലും. അതാ ചേട്ടൻ വീട്ടിൽ സുരേഷേട്ടൻ. അതാ ഇതാ ആധാരാണ് വരുന്നത്. അതാ, അയ്യോ എനിക്ക് എടുക്കണം വീഡിയോ. ആ, അരെ ഇവിടെ നോക്ക് ഗായ്സ്, നമ്മുടെ ബസ്. ബസ് ഗായ്സ്, നമ്മുടെ ആരാധന ബസ്. എന്താലേ ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. ഇനിയിപ്പോ ചിക്കൻ എന്ത് ചെയ്തേ? നമ്മളെ വീട്ടിൽ തന്നെ എടുത്തോണോ അല്ലേ? അറിയത്തില്ല. കുറച്ച് വേഗം പോയാലോ? നമുക്ക് കുറച്ച് വേഗം പോവാം. ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. അതാ വിഷത്തിന്റെ രീതി തന്നെ. അങ്ങനെ ഗായ്സ്, നമ്മളിതാ കോളേജിലെത്തി. നല്ലൊരു കാറ്റാണ് അവിടെ. ആൽത്തറയിൽ നിന്നുള്ള കാറ്റില്ലേ? ഡുബ. അതെ, കുഞ്ഞാറ്റി മോസ്റ്റായിട്ട് നമ്മുടെ ബുക്കെല്ലാം വാങ്ങാൻ പോയതാണ് കേട്ടോ. 3 ബുക്കും ഉണ്ട്. നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ക്വാളേരി എത്തിട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ചിക്കൻ സ്റ്റാളിലേക്കാണ് കേട്ടോ ഗൈസ്. ഇവിടെ തെന്നോന്ന് അറിയത്തില്ല. എനിക്കാണ് അട്ട കടിച്ചിട്ട് മോസ്റ്റ് അവസ്ഥയായിട്ടോ ഗൈസ്. ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഈ വഴി പോയാലും നമ്മുടെ മാനികാമ്പലത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അധികം നമ്മൾ ഈ വഴിക്കായിരുന്നു പോകുന്നത് പോകുമ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് അങ്ങനെ നമ്മളിതാ ചിക്കൻ സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റൂളുകൾ നന്നായിട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതാണ്. ആ നീം ഉണ്ടായിരിക്കുന്നത് തന്നെ നല്ലത്. പങ്ക മോസ്റ്റായിട്ട് പങ്ങനെ മടിയിലിരിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെല്ലില്ല. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അവസ്ഥ എന്താണെന്നറിയോ, എൻ്റെ ഈ കാലിൽ നോക്ക് ഇതൊക്കെ തടിച്ച് വന്നത് കയറ്റി. അയ്യോ ഇതെന്നിട്ട് അട്ട കടിക്കുന്നത്. ചില അട്ടകൾ കടിച്ചാൽ അങ്ങനെ കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട്. അല്ല ഇപ്പം ഏതട്ട കടിച്ചാലും ഇങ്ങനെയാണല്ലോ. കാൽമുട്ടും കാൽത്തണ്ടിൽ ഈ കഴിഞ്ഞ മാസം കടിച്ച സമയത്ത് ഇതുപോലെയായിരുന്നു. ഇപ്പം നമുക്ക് ഞാൻ ഓർത്തില്ലേ, എനിക്ക് അറിയില്ല, എനിക്ക് തല കണ്ടില്ലേ ഇൻഫെക്ഷനായി. അടിപൊളി. വീട്ടിൽ ചെന്നിട്ട് അട്ടമരുന്ന് എടുത്തിട്ട് കാലിൽ ഏതോ സ്ത്രീ സുരക്ഷയാണോ? അല്ല അല്ല പ്രിയദർശിനിയാണ്. പ്രിയദർശിനി ചിക്കൻ എടുത്തിട്ടുണ്ട്. കൊടുക്കുന്നുണ്ടോ? പൈസ പൈസ ബാഗിലാണ് 250. അയ്യോ വില കൂടി. സിക്ക കിട്ടി. സിക്ക പോവല്ലേ? ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. എനിക്കിനി അടുത്ത സാധനങ്ങൾ ആ ബാഗിൽ കൂട്ടത്തിലാണ്. ഈ ബസ്സിലേക്ക് എന്താ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് വരാൻ പോയി. അതപ്പോൾ നടക്കുള്ളൂ. അമ്മേൻ്റെ ചെറിയ ലിസ്റ്റ് അല്ലേ കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ കൈയാണ് വേർത്ത് ഒഴുകുക. എൻ്റെ അതെ തന്നെ. ഇനി എന്താ വാങ്ങാനുള്ളത്? എന്താണ് എന്നും വരെ നമ്മുടെ ബിസ്ക്കറ്റ് വാങ്ങി തിന്നും. അതാണ് വേണ്ടത്. അതന്നെ സത്യമായിട്ട് കണ്ടോ, നമ്മുടെ അടുത്ത് ഓടി വന്നിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുമെന്ന് അറിയാം. അടുത്തേക്ക് തല ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുക. ബിസ്ക്കറ്റിന്റെ ബാക്കി ഇട്ടേക്കുന്നത് അറിയില്ല അല്ലേ എന്നെ നടക്കാൻ പോലും വയ്യടാ. കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു. അതെ ബാക്കി കുട്ടിമണിയിലേക്ക് നിന്നോളും. കുഞ്ഞിക്കുട്ടിനും അവർക്കൊന്നും കൊടുക്കാതെയാണ് അവിടെ കുട്ടികൾ. സത്യം. അല്ലേ മുറ്റത്ത് മുളയ്ക്ക് വളല്ല. അയ്യോ വലുതേ കറുപ്പ്. കറുത്ത പാലക്ക. അയ്യോ കൊട എവിടെ? നീ അവിടെ ഇട്ടാൻ നിർത്തുന്നത് എനിക്കിടാതിരിക്കാൻ പറ്റില്ലല്ലോ. എടുക്കാതിരിക്കാൻ ചേച്ചി ഞാൻ വഴിക്കിടാറില്ല കേട്ടോ. അറിയാം കണ്ടോ അന്ന് ബത്തേരി വെച്ചിട്ട് വഴിക്കിട്ടിട്ട് പോയത് അല്ലേ? ബത്തേരിയിലാരോ കുട ഇട്ടതിട്ട് ഞാച്ചില്ലേ പറഞ്ഞു അവാറ്റാണ് ഈച്ച മൂടുന്നുണ്ട്. അതോ സ്പ്രേ ഇച്ചിരി കൂടുതൽ അടിച്ചോളാം. ഈച്ചക്കല്ല ഈ പഴം സ്പ്രേ ഭയങ്കര ഇഷ്ടമാടാ. അവാറ്റി കുഞ്ഞാച്ചി കൊടുത്തൂല എനിക്കറിയാതെ. ഞാൻ കണ്ടല്ല കൊടുക്കുന്നത് ഇവിടുന്ന്. ഇപ്പം ഞാൻ കണ്ട് നിങ്ങൾ വാറ്റി കൊടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് അതിനുള്ള വെള്ളമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്താണ് നിനക്ക് പങ്ക പ്രശ്നം? ക്ലോസപ്പാണ് കണ്ടത്. എനിക്ക് റബ്ബർ ബാൻഡ് വാങ്ങണം. വേറെ ഒന്നും പറയാൻ. ഇവിടെ ഉണ്ട് റബ്ബർ ബാൻഡ്. ഇല്ലേ? ചേച്ചിന്റെ അടുത്ത് ഉണ്ടല്ലേ നമ്മൾ സാധനങ്ങളുമായി അടുത്ത കൊട ഞാൻ പിടിക്കണോ? ആദ്യമായിട്ടാണ് എന്തോ വയ്യായിക അധികം ഉണ്ട്. അല്ലെ മുഴുവനും തിന്നേണ്ട വിഷമമുണ്ട് പാവം. ഇതേ വാവാറ്റ സാധനങ്ങളൊന്നും കാണിക്കും. വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണ്ണാണം ചെയ്യാൻ ഫ്ലാഷൊക്കെ എപ്പോഴാണ് ഉണക്കിയേ അറിയില്ല. ഐസ്വാരിക്ക് പുഴു വാങ്ങാൻ പോകും. കാല് ഭയങ്കര വേദന എടുക്കുവാടാ.
എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അട്ട അടിച്ചിട്ട്. അല്ല, നമുക്ക് അത്ര പോയില്ല. മഴ വന്നിട്ടുണ്ട്. എന്തും പറയണ്ടോ? പിന്നെ അങ്ങോട്ടേക്ക് കയറാം. ആ വരാ. ബിസ്ക്കറ്റ് എനിക്ക് തിന്നാൻ പ്രശ്നം ഉണ്ടോ ചേച്ചിക്ക്? ആ അത് ഇറങ്ങുമ്പോ കൊടുക്കാം. എന്നാലും സുധി എന്താ അങ്ങനെ ബാപ്പുവാ. നമ്മളങ്ങനെ കോളേജ് ബസ് സ്റ്റോപ്പിലാണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ കോളേരി ബസ് സ്റ്റാൻഡ്. കണ്ടില്ലേ? മോസ്റ്റല്ലേ ഗൈസ്. ഇവിടെ മഴ പെയ്യുമ്പോ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വരും. പിന്നെ വെള്ളപ്പൊക്കം. ഈ ഒരു ഭാഗത്തും കൂടി ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു വണ്ടി വന്നിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. ബാക്കി വേണമെങ്കിൽ നമുക്ക് പേരിന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ബസ്സുകൾ അല്ല അംഗൻവാടി അടയ്ക്കില്ലല്ലോ. ഇല്ല. എന്തിനുണ്ട് പറയുന്നത്? അത് ഭൂമിയിലേക്ക് കേൾക്കാറില്ല എപ്പോഴും. അങ്ങനെ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടോ. പൂച്ചയ്ക്ക് കൊടുക്കാനല്ലേ? നമുക്ക് എനിക്ക് പട്ടി ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. അങ്ങനെ പാലേജ് ഇഷ്ടമല്ല. എനിക്ക് പാലേജ് പണ്ടേ ഉള്ള ബിസ്ക്കറ്റാണ് പാലേജ്. പക്ഷേ ഇപ്പോൾ ഉടായിപ്പാണ്. ഞാൻ ജനിക്കും മുതൽ ഇത് കാണുന്നതാണ്. അമ്മയുള്ളപ്പോ തൊട്ടുള്ളതാണ്. എക്സ്ട്രാ കുറച്ചെന്നാണ്. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. നമുക്ക് കേറാം. ഓട്ടോയില് കേറാം. ഇത് പിടിച്ചോ. ഫുള്ള് കോടമഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. അയ്യോ ഇതുണ്ടോ ഫുള്ള് കോടമഞ്ഞ്. നമ്മളിപ്പോൾ നമ്മുടെ കോളേരി ചുരമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ കോളേരി ചുരം. എന്ത് കോടമഞ്ഞാണ്. രസമല്ലേ എനിക്കടുത്ത് നിൽക്കാൻ തന്നെ. നല്ല കോടമഞ്ഞ്. വയനാട്ടിൽ ഏത് സമയത്തുള്ളിലും കോടമഞ്ഞ് വരും കൈസ്. മഴ ഈസിക്വൽ ടു കോട. അതെ മഴ കോട തണുപ്പ് വന്നാലും മതി. എന്ത് രസമല്ലേ കോടമഞ്ഞ് ഇറങ്ങിയിട്ട്. നല്ല രസമുണ്ട് കൈസ്. നമ്മൾ വന്നപ്പോൾ ഇങ്ങനത്തെ മഴ പെയ്യണ്ടായിരുന്നു. എന്താണ് നനഞ്ഞു പോയി പ്രാക്കുവാ. നനഞ്ഞാലും കൂടാണ്. ഇത് രസം. പക്ഷെ സാധനങ്ങൾ പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നടക്കുന്നേ. ഈ വൈബ് ഓർത്തിട്ടാണ് വന്നപ്പോൾ നടന്നു വന്നത്. അതന്നെ. പക്ഷേ ഈ വൈബ് കിട്ടില്ല. ഞങ്ങള് വെയില് അപ്പൊ വെയില് ഒന്ന് ഓർത്തു വെക്കുന്നേ. ഒരിക്കലും ഞങ്ങളെ അല്ലെങ്കിൽ വെയില് കൊള്ളിക്കാൻ വെയിലിന് ഇഷ്ടം. സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യ ഞങ്ങള് കർമ്മം എന്ന് പറഞ്ഞാൽ കറുപ്പുകളാ. ഇതുവരെ വന്നില്ല. ഞങ്ങൾ നല്ല ആൾക്കാരായി കൊണ്ടുകൂടി ഇരിക്കുക. മടിയാ മഴയത്തറ. സത്യം കണ്ടില്ലേ പോരാ. അങ്ങനെ ഇതുവരെ വന്നില്ല. നമ്മുടെ പൈങ്കിളിന്റെ ഫുഡാണ് കേട്ടോ. കാണുന്നില്ലേ? പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? എൻ്റെ മേത്തായി ഒരു പാക്കറ്റ്. നമ്മളെങ്ങനെ ഇറങ്ങി നല്ല മഴ അല്ലേ? പെരുമഴ. ഗൈസ് ഞങ്ങളെ കുഞ്ഞേട്ടൻ്റെ കയ്യിൽ തന്ത്രപൂർവ്വം സാധനങ്ങൾ കൊടുത്തു വിട്ടു. നമുക്ക് ഭയങ്കര മഴയാട്ടോ. നേരെ പിടിക്കൂ. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞതാ അംഗൻവാടിയിൽ കുടം വെക്കണ്ടാന്ന്. അങ്ങനെതാ ഞങ്ങള് സാധനങ്ങൾ ആകെ ഇത് രണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കുഞ്ഞേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ. കാരണം വലിയോടെ കുഞ്ഞേട്ടൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്കിങ്ങനെ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ആവാറില്ലല്ലോ. അലർജി കഴിച്ച വെള്ളം.
അങ്ങനെ മോസ്റ്റ് മഴയായി നനയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ദ്രനാന്നറിയോ നമ്മുടെ Yes, അല്ലല്ല മാരുതിയിലെ ഇന്ദ്രൻ. അതാ ഞാൻ നനയുന്നു. ഗൈസ് കണ്ടില്ലേ ഭയങ്കര ചീത്ത മഴ. നേരത്തെ പോയപ്പോ വെയിലും. അത് തന്നെ കുനി 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 ഹംസെ ബഹുത് പ്യാർ. ഇത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ ഓർക്കിഡ്സ് ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. ഇതാ ഗൈസ് നമ്മുടെ ചിക്കൻ. അപ്പൊ ഇവനെ വാങ്ങാനാണ് നമ്മൾ പോയത്. ദേ നമ്മുടെ കുഞ്ഞിത്തമ്മാടി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. തെമ്മൂച്ചാണ തെമ്മാനോ മോസ്റ്റ് നമ്മുടെ തെമ്മാടിക്കുട്ടനാണ് കേട്ടോ. എപ്പോ വന്നാലും ഓടി വരും. പക്ഷെ ഇവന്റെ നഖം നിങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെ ഇത് കാണുന്നുണ്ടോ? മോസ്റ്റ് ആണ് ഗൈസ്. എപ്പോഴും നമ്മുടെ മേത്ത് സ്ക്രാച്ച് ആൻഡ് വിൻ നടത്താറുണ്ട് നമ്മുടെ തെമ്മാട്. അപ്പൊ നമ്മളിനി മമ്മയ്ക്ക് ചിക്കനും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കട്ടെ. അതേ മമ്മ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ജുവാന ഇവാലിൻ റോസായി നിൽക്കുന്നുണ്ട്. ഇതേ ഗൈസ് നമ്മുടെ അമ്മച്ചിനൊക്കെ കണ്ടോ മോസ്റ്റ് ആയിട്ട് കുളിച്ച് സുന്ദരിയായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മച്ചിയുടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ വെള്ളം? അതെ ഇപ്പൊ എല്ലാവരുടെ കൈ കൂടെ ഫ്ലാസ്കും വെള്ളമാണ് കേട്ടോ. അതുപോലെ അതെ വേനൽക്കാലത്ത് പോലും വെള്ളം. പൂച്ചക്കുഞ്ഞിന് ഒരാൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. വയറുവേദനയൊക്കെ ഉണ്ട്. അവനെ ഇനി നമ്മള് ഫുഡൊക്കെ കൊടുക്കാൻ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ എല്ലാം വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. ലവ് യു സോ മച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ഉമ്മ നിങ്ങൾക്കാർക്കും കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം മോശം ലവ് യു ഗൈസ്.